ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ടോപ്പിക് കൃപയാലനുദിനവും കൃപയാലനുദിനവും. ഇസ് ഇറ്റ് ട്രൂ? യെസ്. കൃപയാലാണോ അനുദിനം ജീവിക്കുന്നത്? കൃപയില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ലേ? അങ്ങനെ ജീവിക്കുന്നവരുണ്ട് ഇല്ലേ? കൃപയില്ലാതെ നമ്മൾ ജീവിച്ചിട്ടില്ലേ കൃപയില്ലാതെ കുറെ പ്രാവശ്യം? അത് ജീവിതം എന്ന് പറയാൻ പറ്റില്ല. ജീവിതം പിന്നെ എന്താ അതിന് പറയാ? എന്റെ അമ്മ, നിലനിൽക്കില്ല. അത് കൃപയില്ലാതെ ജീവിക്കാം, പക്ഷെ അത് നിലനിൽക്കില്ല. ഇപ്പൊ എന്താണ് ഈ കൃപ? കൃപ കൃപ കൃപ, ഗ്രേസ് നമ്മള് വെരി ഓഫൻ പറയും. പരമപരിശുദ്ധ ത്രിത്വൈക ദൈവത്തിൽ നിന്ന് വരുന്ന ഗ്രേസ്. യെസ് ഓർ നോ? എന്താണ് ഈ കൃപ? വാട്ട് ഈസ് ഗ്രേസ്? ചില ഡെഫിനിഷൻസ് കാണാതെ പഠിച്ചതോ അല്ലെങ്കിൽ അവിടെ എവിടെയും കേട്ടതോ കാറ്റഗിസത്തിൽ പഠിച്ചതോ അല്ലാതെ അത് തന്നെ, പക്ഷെ അതിൻ്റെ ഒരു വിത്ത് എ റിയാലിറ്റി ടച്ച്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ടച്ച്. വാട്ട് ഈസ് ഗ്രേസ്? എന്താ കൃപ? കൃപ എന്താ? ഒരു കാര്യമാണ് ഓർമ്മ വന്നത്. ബൈബിൾ ഇങ്ങനെ വായിക്കാൻ പരിശ്രമിക്കാറുണ്ട്, പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കൃപ ചോദിക്കുകയാണ്. എനിക്ക് ബൈബിൾ വായിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവേ നൽകണം. കൃപ ടു മേക്ക് തിങ്സ് ഡു പ്രോപ്പർലി, അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുക. ചെയ്യുന്നുണ്ടാവും കാര്യങ്ങൾ, പക്ഷെ കുറച്ചും കൂടി വേഗത്തിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ അത് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റാൻ സഹായിക്കുന്ന എന്ത്? Undeserved help. Who is helping? Holy Spirit. God is helping. Okay. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ സഹായം ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈശോ എന്താ പറഞ്ഞേ? എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് യേശു ക്രിസ്തു പറഞ്ഞു വെച്ചിട്ടുണ്ട്. കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴിയുണ്ടായി. യേശു ക്രിസ്തു വഴി കൃപയുണ്ടായി. ആ കൃപ പരിശുദ്ധാത്മാവ്, പരിശുദ്ധ റൂഹ നമുക്ക് തരുന്നു. ആ കൃപയുടെ സഹായമില്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ അത് അത്ര ഫലപ്രദമാവില്ല. അപ്പൊ ജീവിതത്തിലെ എല്ലാം ചെയ്യുന്നതൊക്കെ പൊന്നാവണമെങ്കിൽ, തൊട്ടതൊക്കെ പൊന്നാവണമെങ്കിൽ, തൊട്ടതൊക്കെ ഇങ്ങനെ ഫലപ്രദമാകണമെങ്കിൽ, ഉപകാരപ്രദമാവണമെങ്കിൽ, തൊട്ടേനൊക്കെ ഒരു വിജയം ഉണ്ടാവണമെങ്കിൽ, വിജയം എന്ന് പറയുമ്പോൾ സെക്യുലർ ടേംസിലല്ല. വെളിപാടിന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, വിജയം വരിക്കുന്നവന് ജീവന്റെ കിരീടം ദൈവം നൽകും. അപ്പോൾ വിജയം വരിക്കണം. ഇപ്പൊ സ്വർഗത്തിലുള്ളവരെന്താ വിളിക്കുക? വിജയസഭ. പക്ഷെ ഈ ലോകത്തിൻ്റെതായ രീതിയിലുള്ള ജയങ്ങളല്ല, പക്ഷെ സ്വർഗത്തിൻ്റെ രീതിയിലുള്ള വിജയം. ആ ഒരു വിജയസഭയിലേക്ക് നടന്നെടുക്കുമ്പോൾ കൃപയില്ലാതെ പറ്റില്ല. CCCയിൽ എവിടെയാ കൃപയുടെ ഡെഫിനിഷൻ? 1996. ഓക്കെ, 1996. CCC 1996 ആ പാരഗ്രാഫിൽ കൃപയുടെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. കൃപ എന്ന് പറയുന്നത് ഒരു സൗജന്യപരമായ സഹായമാണ്. സൗജന്യപരമായ സഹായം. ഇംഗ്ലീഷിൽ എന്താ? ഫ്രീ ആൻഡ് അൺഡിസേർവ്ഡ് ഹെൽപ്പ്. ഫ്രീ ആൻഡ് അൺഡിസേർവ്ഡ് ഹെൽപ്പ്. സൗജന്യമാണ്, ഫ്രീ ആണ്. ഐ ഡിസേർവ് കൃപ, യു ഗിവ്. ഐ ഡിസേർവ് ദിസ് കൃപ എന്ന് പറയാൻ പറ്റും? ഇല്ല, യു ഡോണ്ട് ഡിസേർവ്. സൗജന്യമാണ്, അത് സഹായമാണ്. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഐ എം ഗെറ്റിംഗ് എ ഹെൽപ്പ് ടു ഡു ഇൻ ദ റൈറ്റ് വേ ആൻഡ് ഇറ്റ് ഈസ് ഫ്രീ. പൈസ കൊടുക്കണ്ട. പൈസ കൊടുത്ത് വാങ്ങിക്കണോ? ഇത്രയും സൗജന്യമായിട്ട് കിട്ടിയിട്ട് നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നുണ്ടോ ഈ ഹെൽപ്പ് എന്നുള്ളതാണ്.
എന്തിനാണ് ഈ സൗജന്യപരമായ സഹായം? ദൈവപ്രകൃതിയുടെയും നിത്യജീവന്റെയും പങ്കാളികളായി തീരാനുള്ള വിളിക്ക് പ്രത്യുത്തരം നൽകുവാൻ ദൈവം നൽകുന്ന ആനുകൂല്യം. അപ്പൊ ദൈവപ്രകൃതിയുടെയും നിത്യജീവന്റെയും പങ്കാളികളായി തീരാൻ, ദൈവപ്രകൃതി, ദൈവത്തിന്റെ ആ നേച്ചറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. ദൈവത്തിനെല്ലാം ചെയ്യാൻ പറ്റില്ലേ? യെസ് ആണോ? എവിടെ അത് പറഞ്ഞിരിക്കുന്നത്? ലൂക്ക് 1:37. സെയിന്റ് ലൂക്ക് 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന്റെ പ്രകൃതി അത്. സെയിന്റ് മാത്യു 17:21 എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല. അപ്പൊ ആ ദൈവത്തിന്റെ പ്രകൃതിയിൽ നമുക്ക് പങ്കുചേരാൻ പറ്റും വിശ്വാസം വഴി. അപ്പൊ ആ വിശ്വാസത്തിന്റെ കൃപ നമുക്ക് ആദ്യം ലഭിക്കണം. പലരും പറയുന്നത് പോലെ ഞാൻ ചെയ്തിട്ട് ഒന്നും ശരിയാവുന്നില്ല, ഞാൻ ചെയ്താൽ മാത്രം ശരിയാവില്ല, അവനും അവളും ഒക്കെ ചെയ്യുമ്പോൾ ശരിയാവുന്നുണ്ട്, എന്താ ഞാൻ ചെയ്തിട്ട് ശരിയാവാത്ത? ഞാൻ തൊട്ടതൊന്നും പൊന്നാവുന്നില്ല എന്ന് മാത്രമല്ല, ചെമ്പ് പോലും ആവുന്നില്ല, ചിലപ്പോൾ വേറെ വല്ല കരിക്കട്ടകളായി മാറും. ഞാൻ തൊട്ടതൊക്കെ കറുത്തു പോയി, എന്താ അങ്ങനെ? തൊട്ടതൊക്കെ വെളുക്കുന്നതിന് പകരം പൗലോസ്ലീ പറയുന്നുണ്ട്, ഞാനല്ല കൃപയാണ് അധ്വാനിച്ചത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവത്തിൽ നിന്ന് വരുന്ന കൃപ അധ്വാനിക്കുമ്പോൾ ആ മനുഷ്യൻ ചെയ്യുന്നതൊക്കെ ഫ്രൂട്ട്ഫുൾ ആവും, ഫലപ്രദമാവും. നമ്മൾ നമ്മുടെ കുരുട്ട് ബുദ്ധിയിലൊക്കെ ആശ്രയിച്ച വല്ല ഫ്രൂട്ടും വരും. കുരുട്ട് ഫ്രൂട്ട് തന്നെ വരും. ചില മാങ്ങകളൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞ് അങ്ങനത്തെ ഫ്രൂട്ട് വേണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കൃപയെ പറ്റി പറയാനുണ്ടോ, ചോദിക്കാനുണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്? നിങ്ങൾ കൃപ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ ഡെയിലി ലൈഫിൽ? തുടക്കത്തിൽ പാടി കൃപയാൽ അനുദിനവും കൃപ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? അല്ലെങ്കിൽ പെട്ടെന്ന് മറന്നു പോവാ. ചില ദിവസം കൃപ, ചില ദിവസം കൃപയില്ല. ചില ദിവസം ഞാൻ സ്വന്തം ചെയ്യാൻ പോകുന്നു. മൺപാത്രത്തിലാണ് നിധി ദൈവം തരിക. അപ്പോൾ ആ മൺപാത്രത്തിൽ ദൈവത്തിൽ നിന്ന് വരുന്ന നിധി ഉണ്ടെങ്കിൽ അത് കാത്തു സൂക്ഷിക്കാനായിട്ട് കൃപ വേണം. അപ്പം ഇന്ന് നമ്മൾ കൃപയുടെ ഇമ്പോർട്ടൻസ്, ഓരോ നിമിഷവും കൃപയാൽ ജീവിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇന്ന് മനുഷ്യൻ മറ്റ് പലതിലും ആശ്രയിക്കുന്നു, സമ്പത്തിൽ ആശ്രയിക്കുന്നു, സ്വന്തം എന്താ പറയുക, ദൈവപ്രകാശമില്ലാത്ത ബുദ്ധിയിൽ ആശ്രയിക്കുന്നു. ബുദ്ധി യുക്തിയൊന്നും കുഴപ്പമില്ല, പക്ഷേ ദൈവത്തിൻ്റെ പ്രകാശമുള്ള ബുദ്ധിയും യുക്തിയും ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് അത് വിശ്വാസത്തോട് ചേർന്ന് പോകുക. സോ എനിത്തിങ് you have to say or to ask or to discuss or to share? Yes. Saint Paul has said a lot about grace. മുള്ളിന്റെ കാര്യമാണെങ്കിൽ എനിക്ക് കർത്താവ് പറഞ്ഞു ഒരു മുള്ള്, ഒരു മുള്ള് വെച്ച് നമുക്കൊക്കെ എത്ര ഉണ്ട് മുള്ള്? പക്ഷെ ഒരെണ്ണാണ് മെയിൻ ആയിട്ടുണ്ട് അല്ലേ? ഓ, അത് കണ്ടുപിടിച്ചോ? ഇല്ല, പക്ഷെ ഉണ്ടെന്ന് അറിയാം. എൻ്റെ ഒരു തുമ്പ് കണ്ടുപിടിച്ചോ? അപ്പോൾ അവിടെ കർത്താവ് പൗലോസ്ലീഹയോട് പറയുന്നത്, നിനക്ക് എൻ്റെ കൃപ മതി ആ മുള്ളിന്. അപ്പോൾ ഈ ഗ്രേസ് ആൻഡ് ജസ്റ്റിഫിക്കേഷന്റെ മുള്ള അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞേ അല്ലേ? ഒരു മുള്ള്, എല്ലാ മുള്ളും അല്ല, ഒരു മുള്ള അവിടെ ഇരുന്നോട്ടെ, അതില് കൃപ മതി. ഓക്കെ. സോ ഈ ഗ്രേസ് ആൻഡ് ജസ്റ്റിഫിക്കേഷന്റെ ടൈറ്റിലിന്റെ താഴെ CCC 1987, അവിടെയാണ് കൃപേനെ പറ്റി ഞാൻ ആദ്യം കാണുന്നത് CCC. അപ്പൊ അവിടെ പറയുന്നുണ്ട്, ദ ഗ്രേസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഹാസ് ദ പവർ ടു ജസ്റ്റിഫൈ അസ്. അപ്പൊ ഈ പാപത്തിൽ നിന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ, പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ യേശു ക്രിസ്തു വന്നു. അപ്പൊ അത് ഈ ഹോളി സ്പിരിറ്റ് എങ്ങനെയായി ഗ്രേസ് ആക്കി മാറ്റി നമുക്ക് തരുന്നത്? അപ്പൊ ഇതില് മെൻഷൻ ചെയ്യുന്ന ജസ്റ്റിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ഇതില് മലയാളത്തിലെ നീതീകരണം അല്ലേ? ജസ്റ്റിഫിക്കേഷൻ. ഈ ജസ്റ്റിഫിക്കേഷൻ എന്നുള്ള വാക്ക് പറയുമ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ, ഒരു കുറ്റത്തിന് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളി, ജയിലിൽ കിടക്കുന്ന ഒരാൾ, അയാളെ വെറുതെ വിട്ടു എന്ന് പറയുന്നു. ചിലപ്പോൾ നമ്മൾ കേൾക്കും, ഇന്ന കുറ്റവാളീനെ അല്ലെങ്കിൽ ഇന്ന ജയിലിൽ കഴിയുന്ന ആളെ വെറുതെ വിട്ടു. ഈശോ നമ്മളെ വെറുതെ വിടുന്നു എപ്പോൾ? നല്ല അനുതാപത്തോടുകൂടെ നല്ലൊരു കുമ്പസാരം നടത്തി കഴിഞ്ഞ് നമ്മളെ വെറുതെ വിടുക.
നമ്മൾ ചെയ്ത പാപങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ശിക്ഷ നമ്മൾ ഏൽക്കുന്നുണ്ടോ? ശിക്ഷ ഏറ്റെടുക്കുന്നുണ്ടോ? എത്ര പാപങ്ങൾ, പാപങ്ങളുടെ നമ്പർ, എത്ര പാപങ്ങൾ, എന്തൊരു ഇൻറ്റൻസിറ്റിയിൽ, എത്ര ഗൗരവമേറിയ പാപങ്ങൾ, ലഘുപാപങ്ങൾ, മാരക പാപങ്ങൾ, എന്തോരം വർഷം എന്തോരം പാപങ്ങൾ ചെയ്തു കൂട്ടുന്നു. അതിനനുസരിച്ചിട്ടുള്ള ഒരു ശിക്ഷ നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. പാപം ചെയ്യുമ്പോൾ നമ്മൾ ബാലൻസ് തെറ്റിക്കുമ്പോൾ ആ ബാലൻസ് തിരിച്ചു വരുത്താൻ വേണ്ട അത്രയ്ക്കും പ്രൊപ്പോർഷണലായിട്ടുള്ള ശിക്ഷ നമ്മൾ ഏറ്റെടുക്കുന്നില്ല. ഒരു വിശുദ്ധനെ പറ്റി നമ്മൾ മുമ്പൊരിക്കൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലി മാൻ, ഓക്കെ, അയാളെ കൊലക്കുറ്റത്തിന് വിധിച്ചു. അപ്പോൾ ഈ വിശുദ്ധൻ പറഞ്ഞു, അയാൾക്ക് ഫാമിലിയൊക്കെ ഉള്ളതല്ലേ, അയാൾക്ക് പകരം ഞാൻ മരിക്കാം, അയാളെ വെറുതെ വരും. ഏതോ വിശുദ്ധനാ? ഒരു മനുഷ്യൻ ചെയ്യാണ് ഒരാൾക്ക് വേണ്ടി, ഒരാളെ വെറുതെ വിടാൻ വേണ്ടി അയാൾക്ക് പകരം ഇയാൾ മരിക്കുകയാണ്. അപ്പോൾ കുറ്റക്കാരായ നമ്മളെ, പാപം ചെയ്ത് ശിക്ഷ അർഹിക്കുന്ന നമ്മളെ വെറുതെ വിടാൻ വേണ്ടി ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ച് ഇവിടെ ജീവിച്ച് സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് രക്ഷ നേടിവെച്ചത്, നമ്മൾ അനുദപിച്ച് കുമ്പസാരിച്ച ആ രക്ഷ സ്വീകരിച്ച നമ്മൾ പിന്നെ വെറുതെ വിടുകയാണ്. ഓരോരോ പാപം എടുത്ത് അതിനുള്ള ഇന്ന പാപം നീ ചെയ്തു, അതിന് ഇന്ന ശിക്ഷ, പ്ലസ് 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്നിനും ശിക്ഷിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് നമ്മെ നീതിവത്കരിക്കാൻ, അതായത് നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാനും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയും മാമോദിസായിലൂടെയും ദൈവത്തിൻ്റെ നീതി നമ്മിലേക്ക് പ്രസരിപ്പിക്കാനും കഴിയും. CCC 1987 പറഞ്ഞിട്ടുള്ള പോലെ നമ്മെ നീതിമൽക്കരിക്കാൻ, ഇംഗ്ലീഷിൽ എന്താ? The grace of the Holy Spirit has the power to justify us. ഈശോ നേടിവെച്ച രക്ഷ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. ടു മേക്ക് ഇറ്റ് ഹാപ്പൻ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ലാതെ ഈശോ നേടിവെച്ച രക്ഷ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അമ്മ വീട്ടിൽ ഭക്ഷണം ഒരുക്കി വെച്ചു, കിച്ചണിൽ ഒരുക്കി വെച്ചു. അപ്പോൾ ഒരു കുഞ്ഞു കുട്ടിക്ക് കിച്ചണിൽ ഭക്ഷണം ഒരുക്കി വെച്ചതുകൊണ്ട് അത് ഈ കുഞ്ഞു കുട്ടിയുടെ വായിലെത്തിയോ? അതിന് ചില സഹായങ്ങൾ ആവശ്യമുണ്ട്. ഒരുക്കി വെച്ച രക്ഷ ഈ കുഞ്ഞിൻ്റെ വായിലെത്തി വയറ്റിലെത്താൻ ആവശ്യമുള്ളൊരു സഹായമുണ്ട്. രസമൊന്നും ഈ കൊച്ചു കുഞ്ഞിന് കിച്ചണിൽ പോയിട്ട് അമ്മ ഒരുക്കി വെച്ചത് കൈയിട്ടെടുത്ത് എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ അത് ഭയങ്കര ചൂടുള്ളതായിരിക്കും. ചിലപ്പോൾ കുഞ്ഞിന് എത്തില്ല, ആ മേശയുടെ മുകളിലേക്ക് വെച്ചിട്ട് എത്തിപ്പിടിക്കാൻ പറ്റും. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞിന് ഒരുക്കി വെച്ച ഭക്ഷണം ഉള്ളിലെത്താൻ സഹായം ആവശ്യമുണ്ട്. ഈശോ ഒരുക്കി വെച്ച രക്ഷ നമ്മുടെ ഉള്ളിലെത്തണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ സഹായം വേണം. അപ്പോൾ ഈ രക്ഷ തട്ടിത്തെറിപ്പിച്ച് എങ്ങനെയെങ്കിലും ജീവിക്കാൻ നോക്കിയാലോ? ആരായാലും, ക്രിസ്ത്യാനി ആയാലും ക്രിസ്ത്യാനി അല്ലാത്ത ആളായാലും ആരായാലും, യേശു ക്രിസ്തു പീഡ സഹിച്ച് മരിച്ചുത്ഥാനം ചെയ്തത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്. നീ ഒരു മനുഷ്യനാണോ? നിനക്ക് വേണ്ടി യേശു ക്രിസ്തു പീഡ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് രക്ഷ ഒരുക്കി വെച്ചു. നീ അത് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ഇറ്റ് ഈസ് അപ് ടു യു. അപ്പം നമ്മളെ ജസ്റ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ നീതിമൽക്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപമുണ്ടായിട്ടും നീ ഒന്ന് അനുദപിച്ചാൽ മതി. അനുദപിച്ച് തിരുസഭ തന്നിട്ടുള്ള കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ച്, ഓക്കെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ സ്വീകരിച്ച് നിനക്ക് ഈ രക്ഷ സ്വീകരിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് കൃപ അൺഡിസേർവ്ഡ് ഹെൽപ്പ്. വി ഡോണ്ട് ഡിസേർവ്, നമ്മൾ അർഹിക്കുന്നില്ല. ആകെ കൂടി കുറച്ച് നന്ദി ഉണ്ടായിരുന്നെങ്കിൽ, ഈശോയും പരിശുദ്ധാത്മാവ് അബ്ബാ പിതാവൊക്കെ ഇത് ചെയ്തുല്ലോ എന്ന് വെച്ച് കുറച്ച് നന്ദി ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചൊരു നന്ദി